ഹായ് ഫ്രണ്ട്സ്, 23,289 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്ന് നമുക്ക് പറയാം. കൂടാതെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് കാണിക്കുന്നത് എക്സ്ട്രീം ഫിയറിൽ നിന്നും നമ്മൾ ഫിയർ സോണിലേക്ക് കുറച്ചുകൂടി പുരോഗതി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഭയത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള 23,364 ഇനി നാളെ ബ്രേക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു യഥാർത്ഥ റിക്കവറി ആണോ നിഫ്റ്റി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. കൂടാതെ 200 മൂവിംഗ് ആവറേജിന് താഴെയാണ് ഇപ്പോഴും നിഫ്റ്റി ഉള്ളത്. അത് എപ്പോഴും അപകടം പിടിച്ച ഒരു ഏരിയ ആണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ആ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ പല സ്റ്റോക്കുകളിലും അതിൻ്റെ പ്രത്യാഘാതം നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ പല ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കറക്ഷനിൽ നിന്ന് പവർ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും മാറി നിന്നിട്ടില്ല. ഭൂരിഭാഗം പവർ സ്റ്റോക്കുകളും താഴോട്ടേക്ക് പോയിട്ടുണ്ട്. ലീഡിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പവർ സ്റ്റോക്കുകളെല്ലാം 20 മുതൽ 50% വരെ താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ലോങ് ടേം എൻട്രിക്ക് വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പവർ സ്റ്റോക്ക് ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഈ വീഡിയോയിൽ നടത്തുന്നുണ്ട്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സ്ക്രീനർ സൈറ്റിൽ നമ്മൾ പവർ സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു സെക്ടറിൽ 34ഓളം സ്റ്റോക്കുകൾ കാണാൻ കഴിയും. എന്നാൽ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെന്റിലുള്ള പോപ്പുലർ കമ്പനികളായിട്ടുള്ള സുസ്ലോൺ എനർജി അതുപോലെ വാരിയ എനർജി പോലെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല. ആ രണ്ട് സ്റ്റോക്കുകൾ കൂടി നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 36 കമ്പനികൾ കാണാൻ കഴിയും. ഈ ഒരു 36 കമ്പനികളിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 90,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ നോക്കിയാൽ ഏകദേശം 8 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള NTPC ഏകദേശം 3 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അതുകൂടാതെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അദാനി പവർ, അദാനി ഗ്രീൻ, അതുപോലെ ടാറ്റ പവർ, NTPC ഗ്രീൻ, JSW എനർജി, അദാനി എനർജി സൊല്യൂഷൻ പോലെയുള്ള കമ്പനികളാണ് 90,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾ. ഇനി മിഡ് ക്യാപ് സെഗ്മെന്റിലേക്ക് വന്നാൽ നമുക്ക് അവിടെ NHPC, സുസ്ലോൺ എനർജി, വാരിയ എനർജി, ടോറന്റ് പവർ, SJVN, NLC ഇന്ത്യ, CESC എന്നീ കമ്പനികളെ കാണാം. ഇവയൊക്കെ ഏകദേശം 20,000 കോടിക്ക് മുകളിൽ മാക്സിമം 70,000 കോടിക്ക് ഇടയിലുള്ള ഒരു മിഡ് സെഗ്മെന്റിലുള്ള ഒരു കമ്പനികളാണെന്ന് നമുക്ക് പറയാം. ഇനി 16,000 കോടിക്ക് താഴെ ഏകദേശം 1,000 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് പവർ, അതുപോലെ ഇനോക്സ് വിൻഡ്, JP പവർ, റെറ്റൻ ഇന്ത്യ പവർ, BF യൂട്ടിലിറ്റീസ്, ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ, അതുപോലെ ഓറിയന്റ് ഗ്രീൻ, അതുപോലെ ഇന്ത്യ പവർ കോർപ്പറേഷൻ, ഇങ്ങനെ ഏകദേശം 8ഓളം സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം പവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. വലിയ തോതിൽ കടമെടുത്തുകൊണ്ടാണ് പല കമ്പനികളും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. കാരണം അത്തരം കടമില്ലെങ്കിൽ ഇത്ര വലിയ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പല കമ്പനികൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെഗ്മെന്റ് അവർക്ക് വലിയ തോതിലുള്ള ബാരിയേഴ്സ് ഉള്ള ഒരു സെഗ്മെന്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കമ്പനികൾ നമ്മൾ ഈ ഒരു ഫിൽട്രേഷനിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ 1,000 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള അത്തരം കമ്പനികൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 23 കമ്പനികളെ കാണാൻ കഴിയും. അപ്പോൾ 36 കമ്പനികളിൽ നിന്ന് 1,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 23 കമ്പനികൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ കമ്പനികളുടെ ആ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കമ്പനികളിൽ അവരുടെ വാല്യുവേഷൻ റേഷ്യോസ് നമ്മൾ കാണാൻ കഴിയില്ല. ഇപ്പോൾ PE റേഷ്യോ നമുക്ക് സ്ക്രീനർ സൈറ്റിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ PE റേഷ്യോ കാണാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ നെഗറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് PE റേഷ്യോ 0 താഴെ പോകുന്നത്. അപ്പോൾ അത്തരം കമ്പനികൾ നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 സ്റ്റോക്കുകൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാകും. അതിൽ ഒന്ന് റിലയൻസ് പവറും മറ്റൊന്ന് റെറ്റൻ ഇന്ത്യ പവറുമാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷം ഏർണിങ്സ് പെർ ഷെയർ നെഗറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ഈ 2 സ്റ്റോക്കുകൾ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ PE റേഷ്യോ അഥവാ വാല്യുവേഷൻ കുറച്ചുകൂടി റീസണബിൾ ആണോ അല്ലയോ എന്ന് നോക്കുമ്പോൾ ഇൻഡസ്ട്രി PE നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 33 എന്ന റേഞ്ചിലാണ്. അപ്പോൾ 33 എന്ന ഒരു PEയേക്കാൾ കൂടുതൽ PE റേഷ്യോ ഉള്ള 11 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 23 സ്റ്റോക്കുകളിൽ 11 സ്റ്റോക്കുകൾ നമുക്ക് ഇൻഡസ്ട്രി PEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ വാല്യൂഡ് ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമുക്ക് NTPC ഗ്രീൻ അതാണ് ഏറ്റവും ഓവർ വാല്യൂഡ് ആയിട്ടുള്ള 299 എന്നുള്ള PE റേഷ്യോ ആണ്. അതുപോലെ ഇനോക്സ് വിൻഡ്, അദാനി ഗ്രീൻ, ഇന്ത്യ പവർ, സുസ്ലോൺ എനർജി, വാരിയ എനർജി, ഓറിയന്റ് ഗ്രീൻ, അദാനി എനർജി സൊല്യൂഷൻ, JSW എനർജി, SJVN, ടോറന്റ് പവർ, ഇതൊക്കെ ഇൻഡസ്ട്രി PEയേക്കാൾ മുകളിലാണ്. എന്നാൽ ഇൻഡസ്ട്രി PEക്ക് താഴെ അതായത്
2 എന്നുള്ള ആ ഒരു ഇൻഡസ്ട്രി പിക്ക് താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ, NHPC, BF യൂട്ടിലിറ്റീസ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NLC ഇന്ത്യ, അദാനി പവർ, അതുപോലെ ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ, CESC, NTPC, JP പവർ വെഞ്ചേഴ്സ്. അപ്പോൾ ഈ സ്റ്റോക്കുകളാണ് നമുക്ക് ഇൻഡസ്ട്രി പിയേക്കാൾ താഴെ ലഭിക്കുന്ന സ്റ്റോക്കുകളായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നുന്നത് ഈ രണ്ടാമത്തെ ലിസ്റ്റിൽ പറഞ്ഞ സ്റ്റോക്കുകളാണ്. ഇനി നമുക്കിപ്പോൾ ഒടുവിൽ നടന്ന ഈ ഒരു ക്രാഷിൽ മൊത്തത്തിൽ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ പവർ സെഗ്മെൻറ്റും ക്രാഷ് ആയിട്ടുണ്ട്. അതിൽ 20% മുതൽ 40% വരെ ക്രാഷായ സ്റ്റോക്കുകളുണ്ട്. പക്ഷെ അതിൽ ഒരു സ്റ്റോക്ക് മാത്രമാണ് 20% താഴെ ക്രാഷായിട്ട് പിടിച്ചിരുന്ന സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് പവർ ഗ്രിഡ് കോർപ്പറേഷനാണ്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഈ പറയുന്ന 21 സ്റ്റോക്കുകളിലുള്ള 20 സ്റ്റോക്കുകളും 20% മുതൽ 40% വരെ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു വോളറ്റിലിറ്റി റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ നോക്കുന്ന ഒരു റേഷ്യോ ആണ് ബീറ്റ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് എത്രമാത്രം ഇത് താഴോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിഫ്റ്റി 50 ക്രാഷ് ആകുമ്പോൾ ഈ സ്റ്റോക്ക് എത്രമാത്രം താഴോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിഫ്റ്റിയുടെ അതേ രീതിയിൽ താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. എന്നാൽ 1ൽ താഴെയാണ് വാല്യൂ എങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നിഫ്റ്റിയുടെ അതേപോലെ ക്രാഷ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും പവർ ഗ്രിഡിൻ്റെ ബീറ്റ വാല്യൂ 0.61 ആണ് കഴിഞ്ഞ ഒരു വർഷത്തെ. അതുപോലെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നോക്കുകയാണെങ്കിൽ അത് 0.62 ആണെന്നും കാണാം. അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോഴും ഇതിൻ്റെ ബീറ്റ വാല്യൂ നിഫ്റ്റിയേക്കാൾ ബെറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ലോ ബീറ്റ ആയതുകൊണ്ടും അല്ലെങ്കിൽ വാല്യുവേഷൻ നല്ലതായതുകൊണ്ടും മാത്രം നമുക്കൊരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത് റിട്ടേണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പവർ ഗ്രിഡിൻ്റെ ഒരു ലോങ് ടേം റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷം 167% റിട്ടേൺ നൽകിയിട്ടുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ 5 വർഷം നൽകിയ റിട്ടേൺ 88% ആണ്. അപ്പോൾ നിഫ്റ്റിയേക്കാൾ ഡബിൾ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിട്ടേൺ വൈസും വാല്യുവേഷൻ വൈസും മാർക്കറ്റ് ക്യാപ്പ് വൈസ് നോക്കിയാലും അതേപോലെ ബീറ്റ വാല്യൂ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെറ്ററായി നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ഈ പവർ സെഗ്മെൻറ്റിൽ കാണാൻ കഴിയുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും അത് നിഫ്റ്റി ബീറ്റ് ചെയ്തതായിട്ട് കാണാം. 24.39% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. നിഫ്റ്റി നൽകിയ റിട്ടേൺ 5.79% മാത്രമാണ്. അപ്പോൾ ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് ഒരു PSU സ്റ്റോക്കാണ്. മഹാരത്ന കമ്പനിയാണ്. 51% ഗവൺമെൻറ് ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ മേഖലയിലാണ്. അതായത് പവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വലിയ ബ്ലോക്കുകളിലൂടെ ഹെവി ലൈനുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണിത്. ഇതുകൂടാതെ ടെലികോമും കൺസൾട്ടൻസി സർവീസസും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ബിസിനസ്സിൻ്റെ സ്പ്ലിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ മേഖലയിലാണ് ഇവർക്ക് 95% റവന്യൂ വരുന്നത്. അതുപോലെ ടെലികോം ബിസിനസ് 2%, അതുപോലെ കൺസൾട്ടൻസി സർവീസസ് പോലെയുള്ള അത്തരം ഡിസൈൻ മേഖലയിൽ നിന്ന് 3% റവന്യൂ. അപ്പോൾ മേജർ റവന്യൂ വരുന്നത് ഈ പവർ ട്രാൻസ്മിഷൻ രംഗത്ത് നിന്നാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കമ്പനി ഒരു ഓർഡർ ബുക്ക് FY25 Q1 വന്ന ഓർഡർ ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 86,700 കോടിയുടെ ഓർഡർ ബുക്ക് ഈ കമ്പനിക്കുണ്ട്. അതിൽ 80% റിന്യൂവബിൾ എനർജി ഇവാക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2,70,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു ലാർജ് ക്യാപ്പ് കമ്പനി അതിൻ്റെ ROC 13.2 ROE 19 ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയിൽ ROC 13 ROE 19 എന്ന് പറയുന്നത് നല്ലൊരു ROE/ROCയുമാണ്. അതുപോലെ 3.77% വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഈൽഡും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് CAGR ഗ്രോത്ത് 6%, 5 വർഷത്തെ പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 8%. പക്ഷേ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ച വളരെ സ്ലോ ആയിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ സ്റ്റോക്ക് പ്രൈസ് CAGR കഴിഞ്ഞ 5 വർഷം 22% വെച്ച് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നിഫ്റ്റിയെ കണ്ടിന്യൂസ്ലി ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു സ്റ്റോക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഏകദേശം ഇയർലി 20% ഒരു റിട്ടേൺ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പവർ ഗ്രിഡ് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ഇമ്പോർട്ടൻ്റ് ലെവലുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ 256 എന്നുള്ള ലെവലാണ് മേജർ സപ്പോർട്ട്. പക്ഷേ അവിടെ വരെ ഇനി ഈ സ്റ്റോക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. 286 ഇത് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് തിരിച്ച് താഴെ ഇനിയും വരികയാണെങ്കിലും ആ ഒരു ലെവലാണ് നമ്മൾ പ്രധാനമായിട്ട് വാച്ച് ചെയ്യേണ്ട. ആ ഒരു ലെവൽ 286. അതുപോലെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 325 എന്നുള്ള ഒരു ടാർഗറ്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതെല്ലാം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റോക്കിൽ ഒരു 5 to 10 years അങ്ങനെയുള്ള ഒരു സ്ലോ ഗ്രോയിങ് കമ്പനിയിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു 20% ഇയർലി റിട്ടേൺ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സ്റ്റോക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.